കാറ്റത്തെ കിളിക്കൂടിയിലെ രക്തം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയും നിധിയുടെ MD സിദ്ധാർത്ഥും ദിവ്യയും കിളിക്കൂട്ടിലേക്ക് വരുന്നു. അവിടെയുള്ളവരെ എല്ലാവരും നിധി സിദ്ധാർത്ഥിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സുധീഷിനെ കണ്ട് ദിവ്യ ഇതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇതെൻ്റെ കസിനാണെന്ന് നിധി പറയുന്നത് കേട്ട് നമ്മുടെ സുധീഷ് ആകെ ടെൻഷനാവുന്നു. നിധിയും സിദ്ധാർത്ഥും ദിവ്യയുമൊക്കെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷവും സുധീഷ് നിധി പറഞ്ഞ ഈ കാര്യം തന്നെ ആലോചിച്ചിരിക്കുകയാണ്. ഞാൻ അവളുടെ കസിനാണെന്നല്ലേ പറഞ്ഞത്, അതൊട്ടും ശരിയല്ലല്ലോ. ഇവളിങ്ങനെ എല്ലാവരോടും കസിനാണെന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ എന്തു ചെയ്യും? എൻ്റെ അവസ്ഥ എന്താവും? സുധീഷ് പെട്ടെന്ന് സുഭാഷേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സുഭാഷേട്ടാ, ഒന്നിങ്ങോട്ടേക്ക് വന്ന് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. സുഭാഷ് പെട്ടെന്ന് സുധീഷിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താടാ കാര്യമെന്ന് ചോദിക്കുന്നു. ഇനി മുതൽ നിധി നിങ്ങളെ ചേട്ടാ എന്ന് വിളിക്കരുത്, അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളണം. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നുണ്ട്. എന്താടാ സുധീഷ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ വന്നതു മുതൽ എന്നെ ചേട്ടാന്ന് തന്നെയല്ലേ വിളിക്കുന്നത്, അതിനെന്താ പ്രശ്നം? ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്. അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. നിങ്ങളിന്ന് കേട്ടതല്ലേ, ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവൾ എന്താ പറഞ്ഞത്? ഞാൻ അവളുടെ കസിനാണെന്ന്. അപ്പോൾ അവളുടെ മനസ്സിൽ എനിക്ക് അത്രത്തോളം സ്ഥാനമേ ഉള്ളൂ. ഞാൻ അവളുടെ കസിനാണോ? അല്ലല്ലോ, ഞാൻ അവളുടെ ഭർത്താവല്ലേ. നിങ്ങളെ അവൾ ചേട്ടാ എന്ന് വിളിക്കുന്നത് കൊണ്ടും അങ്ങനെ മനസ്സിൽ കരുതുന്നത് കൊണ്ടുമാണ് ഞാൻ അവളുടെ കസിനാണെന്ന് അവൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി അങ്ങനെ വിളിക്കണ്ട. ഇനി നിങ്ങളെ ചേട്ടനായിട്ടും അവൾ കരുതണ്ട. എടാ സുധീഷ്, ഞാൻ എങ്ങനെയാണ് ആ കുട്ടിയോട് എന്നെ ചേട്ടാന്ന് വിളിക്കണ്ട എന്നൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും എനിക്ക് ആ കുട്ടിയുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയില്ല. പിന്നെ നീ ആ കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവും, പക്ഷേ ആ കുട്ടിക്ക് നിന്നോട് അങ്ങനെയൊന്നുമില്ല. അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. ചേട്ടൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞത് നടന്നിരിക്കണം. ഇനി അവൾ ചേട്ടനെ ചേട്ടാന്ന് വിളിക്കാൻ പാടില്ല. ഇത് ചേട്ടൻ എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിച്ചേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ഇന്നിവിടെ വന്ന അവളുടെ MD ഉണ്ടല്ലോ, എന്താ അവൻ്റെ പേര്? സിദ്ധാർത്ഥ്. അവൻ അവളെ നോക്കുന്നത് ശരിയല്ല. സൈറ്റ് അടിക്കുന്നത് പോലെയാണ് അവൻ നോക്കുന്നത്. മിണ്ടാതിരിയടാ അവിടെ. ആ നിധിയെക്കുറിച്ച് നീ എന്തൊക്കെയാടായി പറയുന്നത്? ഇതുപോലെ തന്നെയാണല്ലോ ഒരു തവണ ഓഫീസിൽ നിന്നും ആരോ ആ കുട്ടിയെ ഫോൺ ചെയ്യുന്നതും കേട്ട് നീ തെറ്റായി മനസ്സിലാക്കി അവിടെ പോയി ബഹളമുണ്ടാക്കിയത്. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ. അത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടതാണ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. പക്ഷേ ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞാനത് വിശ്വസിക്കും. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഞാൻ പറഞ്ഞ ഇതുപോലെ തന്നെ നിങ്ങളെ ചേട്ടാ എന്ന് വിളിക്കേണ്ടെന്ന് നിധി വന്ന ഉടനെ തന്നെ അവളോട് പറഞ്ഞിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ അവളോട് പറയും. ഇത് കേട്ട് സുഭാഷ് പേടിക്കുന്നുണ്ട്. വേണ്ടടാ സുധീഷേ, ഞാൻ തന്നെ പറഞ്ഞോളാം, നീ മിണ്ടാതിരിക്കേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജോലി കഴിഞ്ഞ് നിധി വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. എന്താ മോളെ ഇത്രയും ലേറ്റ് ആയതെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ബസ് കിട്ടാൻ നേരം വൈകി ചേട്ടാ. പിന്നെയും 15 മിനിറ്റ് കഴിഞ്ഞാണ് ഒരു ബസ് കിട്ടിയത്. പക്ഷേ AC ബസ് ആയതുകൊണ്ട് സുഖമായി വന്നു എന്ന് പറയുന്നു. ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്. അതെന്തായാലും നന്നായി മോളെ. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്. ഇല്ല, ഞാൻ ചേട്ടൻ കൊണ്ടുവിട്ട വെള്ളം ഞാൻ മുഴുവനായിട്ടും കുടിച്ചിട്ടില്ലെന്ന് പറയുന്നു. ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്. മോളെ, ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണ്ടേ? നീ 1 ലിറ്റർ വെള്ളം പോലും കുടിച്ചില്ലെന്ന് പറയുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടാവുമെന്ന് മോൾക്ക് അറിയാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്. എനിക്ക് ജോലി തിരക്ക് കാരണം ഒന്നും കുടിക്കാനായി പറ്റിയില്ല. എങ്കിൽ ശരി മോളെ, നീ ബോട്ടിൽ നിൻ്റെ അടുത്ത് തന്നെ വെച്ച് എപ്പോഴും വെള്ളം കുടിക്കണമെന്ന് സുഭാഷ് പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ സുധീഷ് തൊട്ടപ്പുറത്ത് നിന്ന് ആംഗ്യഭാഷയിൽ സുഭാഷിനോട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ചോദിക്ക്, ചേട്ടാന്ന് വിളിക്കേണ്ടെന്നുള്ള കാര്യം പറ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ സുഭാഷ് അത് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല. നിധിക്കൊരു കോള് വരുന്നു. ഫോൺ എടുത്ത് നിധി പുറത്തേക്ക് വരുന്നുണ്ട്. സുധീഷ് പെട്ടെന്ന് സുഭാഷിൻ്റെ അടുത്തേക്ക് ഓടി വരുവാണ്. എന്താ ചേട്ടാ ഇത്? ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളെ ചേട്ടാ എന്ന് വിളിക്കേണ്ടെന്ന് പറയണമെന്ന്. പക്ഷേ അവളിപ്പോൾ വന്നതിന് ശേഷം എത്ര തവണ സുഭാഷ് ഏട്ടനെ ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചു. എനിക്കതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. പോരാത്തതിന് സുഭാഷ് ഏട്ടൻ അവളോട് എന്തോരം ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എങ്ങനെയാടാ ഞാൻ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയുന്നത്? എനിക്ക് പറ്റുന്നില്ലടാ എന്ന് പറയുന്നു. എന്നാൽ അതിന് പറ്റണം, പറ്റിയേ തീരൂ. നിധി വരുന്നുണ്ട്, പെട്ടെന്ന് പറഞ്ഞോളണം എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. നിധി ഫോൺ ചെയ്യലെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറി വരുവാണ്. സുഭാഷ് ഏട്ടാ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാഗ് എടുത്ത് നിധി റൂമിലേക്ക് പോകാൻ നിൽക്കുവാണ്. പെട്ടെന്ന് സുഭാഷിൻ്റെ മുഖത്ത് കാണുന്ന വിഷമം കണ്ട് എന്ത് പറ്റി സുഭാഷ് ഏട്ടാ? ഹരീഷ്, നികേഷ്, എന്താടാ നിങ്ങളെല്ലാം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? എന്താ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്.
സുധീഷാണെങ്കിൽ മാറി നിന്ന് ആംഗ്യഭാഷയിൽ സുഭാഷിനോട് പറയുന്നുണ്ട്, പറ, ഞാൻ പറഞ്ഞത് പറ എന്നിങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് സുഭാഷ് ധൈര്യം സംഭരിച്ച് നിധിയോട് അങ്ങ് പറയുന്നുണ്ട്. നിധിയോട് പലതവണ ചോദിക്കണോ എന്നിങ്ങനെ സുഭാഷിൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ധൈര്യത്തിൽ അങ്ങ് പറയുന്നു, നിധി, ഇനി നീ എന്നെ ചേട്ടാന്ന് വിളിക്കരുത്. നിധി ഞെട്ടുന്നുണ്ട്. എന്താ സുഭാഷേട്ടൻ പറഞ്ഞത്? അതെ, എന്നെ ഇനി നിധി ചേട്ടാന്ന് വിളിക്കണ്ട, നിന്റെ ചേട്ടനൊന്നും അല്ലല്ലോ ഞാൻ എന്നങ്ങ് സുഭാഷ് പറയുകയാണ്. ഇത് കേട്ട് നിധി ആകെ അന്തം വിട്ട് പേടിച്ചതുപോലെ കണ്ണും തുറിച്ച് സുഭാഷിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇത് കേട്ടതും സുധീഷിന് വളരെ സന്തോഷമായി. സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല, സുഭാഷേട്ടൻ പറഞ്ഞത് കാര്യം തന്നെയാണല്ലോ, ഇത് നിന്റെ ചേട്ടനല്ലല്ലോ, നിന്റെ വീട്ടിലുള്ളതല്ലേ നിന്റെ ചേട്ടൻ, അവരെയല്ലേ നീ ചേട്ടാന്ന് വിളിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ നിധി അങ്ങ് പൊട്ടി കരയുകയാണ്. ഇത് കണ്ട് എല്ലാവർക്കും വിഷമം തോന്നുന്നുണ്ട്. നിധി കരയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കരച്ചിൽ കണ്ട് സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിധിമോളെ നീ ഇങ്ങനെ കരയുന്നത്, നീ എന്തിനാ കരയുന്നതെന്ന് വീണ്ടും ചോദിക്കുകയാണ്. അല്ല, സുഭാഷേട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, സുഭാഷേട്ടൻ എപ്പോഴും എന്നോട് പറയാറില്ലേ, ചേട്ടൻക്ക് പിറക്കാതെ പോയ അനിയത്തിയാണ് ഞാനെന്ന്, അതുകൊണ്ടല്ലേ ഞാൻ സുഭാഷേട്ടനെ ചേട്ടാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കെൻ്റെ വീട്ടിൽ ചേട്ടനും ചേച്ചിയും എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട്. ഞാൻ എല്ലാവരെയും മറന്നിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത്. ഞാൻ എൻ്റെ അച്ഛനായിട്ടും അമ്മയായിട്ടും എൻ്റെ ചേട്ടനായിട്ടും എല്ലാം സുഭാഷേട്ടനാണ് കാണുന്നത്. എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ എൻ്റെ സുഭാഷേട്ടനും എന്നോടൊപ്പം ഉണ്ടാവുമല്ലോ എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ്. എന്നിട്ടും സുഭാഷേട്ടൻ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, എന്നെ ഇത് ചേട്ടൻ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിധി കരയുകയാണ്. സുഭാഷിനാണെങ്കിൽ ഇത് കണ്ട് ആകെ ടെൻഷനായി എന്ത് പറയണമെന്ന് അറിയാതെ അങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും നിധി പറയുന്നുണ്ട്, സുഭാഷേട്ടാ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് തിരുത്തിക്കോളാം, ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ ഒരിക്കലും ഇങ്ങനെ സുഭാഷേട്ടൻ എന്നോട് പറയുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. നിധി കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ നിന്ന് കരയുന്നത് കണ്ട് സുഭാഷ് പറയുന്നുണ്ട്, മോളെ കരയല്ലേ മോളെ, നീ ഇങ്ങനെ കരയുന്നത് കണ്ടാൽ ഞാനും കരഞ്ഞു പോകുമെന്ന് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷും കരച്ചിൽ തുടങ്ങി. മോളെ നീ കരയല്ലേ, ഇങ്ങനെ കരഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, എനിക്ക് പേടിയാണ് മോളെ. എടാ നികേഷ്, ഹരീഷ്, ഒന്ന് പറയടാ, നിധിമോള് കരയുന്നു, അവളോട് കരയല്ലേ എന്ന് പറ എന്നിങ്ങനെ ടെൻഷനോട് കൂടി സുഭാഷ് പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ട് സുധീഷ് ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. താൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നാണ് സുധീഷ് ചിന്തിക്കുന്നത്. പെട്ടെന്ന് സുഭാഷ് പറയുന്നുണ്ട്, നിധി, നീ എന്താന്ന് വെച്ച് എന്നെ വിളിച്ചോ, നീ എന്നെ ചേട്ടാന്ന് തന്നെ വിളിച്ചോ, നീ എൻ്റെ അനിയത്തിയാണ്, നിൻ്റെ ചേട്ടനാണ് ഞാൻ. പിന്നെ ഇത് നികേഷ്, ഇത് നിൻ്റെ അനിയനാണ്. ഹരീഷിനെ നീ അനിയനായിട്ടോ ചേട്ടനായിട്ടോ എന്താന്ന് വെച്ചാൽ നീ കണക്കാക്കിക്കോ, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളുണ്ടാവും, ഞാൻ ഉറപ്പ് തരുന്നു. ഒക്കെ കേട്ട് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. സുധീഷ്, അയ്യോ, ഈ ചേട്ടനെല്ലാം കുളമാക്കിയല്ലോ എന്നിങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സുഭാഷ് വീണ്ടും കരയുന്ന നിധിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. മോളെ, നിനക്കൊരു കുഞ്ഞ് ജനിച്ചാലും ആ കുഞ്ഞിനെ എൻ്റെ മടിയിലിരുത്തി പേരിടുകയും വലുതായാൽ കുഞ്ഞിൻ്റെ കാത് കുത്തുന്നത് എൻ്റെ മടിയിലിരുത്തിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്? അത് നിന്നെ വെറുതെ കളിയാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലേ, അപ്പോഴേക്കും നീ അത് സീരിയസ് ആയിട്ട് എടുത്തു എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ചേട്ടൻ ഏട്ടത്തിയെ ഒരു പ്രാങ്ക് ചെയ്തതല്ലേ അല്ലേ ചേട്ടാന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ നിന്നൊരു പ്രാങ്ക് ചെയ്തതാണെന്ന് പറയുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിധി റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. സുഭാഷിനാണെങ്കിൽ അത് വളരെ വിഷമായി. എന്നാൽ പേടിച്ചാണ് സുധീഷിനെ നോക്കുന്നത്. സുധീഷാണെങ്കിൽ ദേഷ്യം വന്നിങ്ങനെ മുഖമൊക്കെ ചുമന്ന് നിൽക്കുകയാണ്. എന്നെക്കൊണ്ട് പറ്റുന്നില്ലടാ സുധീഷ് എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഇത് കേട്ട് എൻ്റെ തലയിലെഴുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. രാത്രി സുധീഷ് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നില്ല. സുധീഷിനെ വിളിക്കാനായി സുഭാഷ് പുറത്തേക്ക് വരുവാണ്. ഇത് കണ്ടതും നികേഷും ഹരീഷും സുഭാഷിനെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ട സുഭാഷ് ഏട്ടാ, സുധീഷ് ഏട്ടൻ വളരെ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്, ഇപ്പോഴെന്തെങ്കിലും സംസാരിക്കാൻ പോയാൽ ആകെ പ്രശ്നമാവും, അകത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ അകത്തേക്ക് പറഞ്ഞയക്കുകയാണ്. പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, നിൽക്ക്, എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഞാൻ കാത്ത് നിൽക്കുകയായിരുന്നു, അത് അടുപ്പത്തൊരു സാധനമുണ്ടടാ, ഞാനത് എടുക്കട്ടെ. ഞാനിവിടെ ആകെ ദേഷ്യത്തിൽ നിൽക്കുക, അപ്പോഴാണ് അടുപ്പത്ത് സാധനം വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് പോകാൻ നിൽക്കുന്നത്. അതെ, ഇന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞതുപോലെയാണോ നിങ്ങളിവിടെ ചെയ്തു കൂട്ടിയതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, എടാ, നീ പറഞ്ഞതുപോലെ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞതുപോലെയാണോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്?
എന്തൊക്കെയായിരുന്നു ഇവിടെ അഭിനയം? നിൻ്റെ മകളുടെ കാതുകുത്ത് എൻ്റെ കൈകൊണ്ടായിരിക്കും, നിൻ്റെ സ്വന്തം ചേട്ടനാണ് ഞാൻ, ഇതൊക്കെയല്ലേ ഇവിടെ പറഞ്ഞിരുന്നത്. ഇങ്ങനെയൊക്കെ പറയാനാണോ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുഭാഷ് വളരെ ദയനീയ അവസ്ഥയിൽ പറയുന്നുണ്ട്, എടാ സുധീഷേ, എനിക്ക് ആ കുട്ടിയോട് എന്നെ ചേട്ടാന്ന് വിളിക്കണ്ടെന്ന് പറയാൻ എനിക്ക് ഒരിക്കലും കഴിയില്ലടാ. ഞാൻ ഇന്ന് എങ്ങനെയൊക്കെയോ പറഞ്ഞു പോയതാണ്. അപ്പോൾ ആ കുട്ടിയുടെ കരച്ചിൽ നീ കേട്ടതല്ലേ, ഇനി ഒരിക്കൽ കൂടി എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഇത് കേട്ട് സുഭാഷിന് ദേഷ്യം വരുന്നുണ്ട്. അതെ, നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ്, എന്നെ നിങ്ങളെ ചേട്ടാന്ന് വിളിക്കാതിരുന്നാൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. എന്തായാലും നിങ്ങൾ അങ്ങനെ പറയണമെന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ സുഭാഷ് പറയുന്നുണ്ട്, ശരി, എനിക്ക് ആ കുട്ടിയോട് എന്തായാലും എന്നെ ചേട്ടാന്ന് വിളിക്കാൻ എനിക്ക് വിളിക്കണ്ടെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നീ എൻ്റെ അനിയനല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കേട്ട് നികേഷും ഹരീഷും അതിനെ അനുകൂലിക്കുന്നുണ്ട്. ഓ ചേട്ടൻ ആ പറഞ്ഞത് കാര്യം ശരിയാണ്, എനിക്ക് ഈ ഒരു ഐഡിയ കൊള്ളാമെന്ന് തോന്നുന്നു സുധീഷ് ചേട്ടാന്ന് നികേഷും പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അത് ശരിയാണല്ലോ. അല്ല സുഭാഷ് ചേട്ടൻ എന്നെ നിങ്ങളുടെ അനിയനല്ലെന്ന് പറഞ്ഞാൽ അവൾ വിശ്വസിക്കുമോ? അല്ല നിങ്ങൾക്കത് വിഷമാവില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു വിഷമവും ഇല്ല, എനിക്ക് ആ കുട്ടിയോട് അങ്ങനെ പറയാനാണ് വിഷമം. നീ എൻ്റെ അനിയനല്ല എന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് ഒട്ടും വിഷമമില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ട് സുധീഷിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം ഇത്ര മാത്രമേ ഉള്ളൂ അല്ലേ? എന്തായാലും വേണ്ടില്ല, എന്തായാലും നിങ്ങളത് പറഞ്ഞ് ഫലിപ്പിക്കുകയോ അതോ ഇന്നത്തെ പോലെ കുളമാക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ ഒട്ടും കുളമാക്കില്ല, ഞാൻ നന്നായി അഭിനയിച്ച് തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. സുഭാഷിൻ്റെ ആ പോക്ക് കണ്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സുധീഷ് ഇങ്ങനെ നിൽക്കുകയാണ്. നികേഷ് പതിയെ ഹരീഷിനോട് പറയുന്നുണ്ട്, ഹരീഷേട്ടാ, ഇന്ന് ചേട്ടൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ പറഞ്ഞതുപോലെ അവിടെ പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, ഇല്ലടാ, നമ്മുടെ സുഭാഷ് ചേട്ടന് നമുക്കറിയാവുന്നതല്ലേ, ഈ പറഞ്ഞതൊന്നും അവിടെ ചെന്നാൽ പറയില്ല, നമുക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചിരിക്കുന്നുണ്ട്. രാവിലെ സുധീഷ് എഴുന്നേറ്റ് പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം രാത്രി സുഭാഷ് പറഞ്ഞതെല്ലാം അവൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. എന്തായാലും ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, സുഭാഷ് ഏട്ടൻ തകർക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. സുഭാഷ് ഏട്ടൻ സുധീഷിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എടാ സുധീഷേ, ഇന്ന് നമ്മൾ തകർക്കുമെടാ, നീ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിനെ അഭിനന്ദിക്കുകയാണ്. അത് കണ്ട് ഹരീഷ് പറയുന്നുണ്ട്, പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇന്ന് സംഭവിക്കും, നമ്മുടെ സുഭാഷ് ഏട്ടൻ ആളാരാ മോൻ, നമുക്ക് പ്രതീക്ഷിക്കാം, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അതേടാ, ഞാൻ ഇന്ന് തകർക്കും. നിങ്ങൾ കണ്ടോ മോളെ, നിധി എന്നിങ്ങനെ നീട്ടി വിളിക്കുകയാണ്. നിധി വിളി കേൾക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, ഞാനിതാ വരുന്നു, നീ ഒന്ന് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വാ എന്ന് പറയുമ്പോൾ നിധി പുറത്തേക്ക് വന്ന് എന്താ ചേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അത് മോൾ എന്നെ ചേട്ടനായി തന്നെയാണോ കാണുന്നത്? ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ അത് കേൾക്കുമോ എന്ന് ചോദിക്കുകയാണ്. അതിലെന്താ സംശയം, ഞാൻ ചേട്ടൻ പറഞ്ഞതുപോലെ അനുസരിക്കും. മോളെ നിധി, നീ എന്നെ കൂടെ പിറന്നില്ലെങ്കിലും നീ എൻ്റെ അനിയത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തും നിൻ്റെ നല്ലതിന് വേണ്ടി മാത്രമേ പറയൂ. ഇന്നു മുതൽ നീയും സുധീഷും ഒരുമിച്ച് ജീവിക്കണം. ഇത് കേട്ട് നിധി ഞെട്ടുന്നുണ്ട്. ഇത് കേട്ട് സുധീഷാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വീണ്ടും സുഭാഷ് പറയുന്നുണ്ട്, ദേ, നിങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല ഈ വിവാഹം നടന്നതെങ്കിലും അത് ദൈവനിശ്ചയമാണ്. ദൈവം വിചാരിച്ച കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞില്ല എന്തായാലും, അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള കാലം നീയും സുധീഷും സുഖത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കണമെന്ന് സുഭാഷ് പറയുന്നു. അങ്ങനെ പിറകിൽ നിന്നും പെട്ടെന്ന് സുധീഷ് എന്നിങ്ങനെ വിളിക്കുന്നത് കേട്ട് സുധീഷ് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴാണ് നിധി പിറകിൽ നിൽക്കുന്നത് കാണുന്നത്. എന്താ നീ സ്വപ്നം കാണുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. താൻ ഇത്രയും നേരം സ്വപ്നം കാണുമായിരുന്നോ എന്നിങ്ങനെ വിശ്വസിക്കാൻ കഴിയാതെ സുധീഷ് ചുറ്റും നോക്കുന്നുണ്ട്. അപ്പോഴാണ് സുഭാഷ് ഇങ്ങനെ നിധിയോട് പറയുന്നതായി ഇത്രയും നേരം സ്വപ്നം കാണുമായിരുന്നു എന്ന് സുധീഷിന് മനസ്സിലാവുന്നത്. സുധീഷ് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് കിച്ചണിലേക്ക് ചെല്ലുകയാണ്. അവിടെ സുഭാഷ് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഭാഷ് ഏട്ടാ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, ഇന്ന് തകർക്കണം കേട്ടോ എന്ന് പറയുകയാണ്. പിന്നെ എനിക്ക് ഓർമ്മയില്ലേടാ, ഞാൻ ഇന്ന് തകർക്കുമെന്ന് പറയുമ്പോൾ ഹരീഷ് കളിയാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചേട്ടനല്ലേ, എത്രത്തോളം തകർക്കുമെന്ന് ഞങ്ങൾക്കറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ദേ കണ്ടോ, അവൻ കളിയാക്കുന്നു, അവൻ എന്തെങ്കിലുമൊക്കെ പറയട്ടെടാ,
നമുക്കറിയാമല്ലോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഇത് കേട്ട് സുധീഷ് പെട്ടെന്ന് സുഭാഷിൻ്റെ കയ്യിൽ നിന്നും ആ ഉള്ളി വാങ്ങി അരിയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, ഞാനും നിങ്ങളെ സഹായിക്കണ്ടേ? പെട്ടെന്നാണ് കുളി കഴിഞ്ഞ് അതിലെ നമ്മുടെ നിധി പോകുന്നത് കാണുന്നത്. പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, ദേ സുഭാഷ് ഏട്ടാ അതാ പോകുന്ന നിധി, ചെല്ലെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിനെ തള്ളിക്കൊണ്ട് അങ്ങ് ഹാളിലേക്ക് കൊണ്ടു ചെല്ലുകയാണ്. പെട്ടെന്ന് നിധിയോട് ചോദിക്കുന്നുണ്ട്, മോളെ നിധി നീ പോവാനായിട്ട് ഒരുങ്ങുകയാണോ? ആ അതെ സുഭാഷ് ഏട്ടാ, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അല്ല പിന്നെ നീ എൻ്റെ അനിയത്തി തന്നെ, പക്ഷേ ഈ നിൽക്കുന്ന സുധീഷ് ഉണ്ടല്ലോ ഇവൻ എൻ്റെ അനിയനല്ല. ഇത് കേട്ട് നിധിയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ സുഭാഷിനെയും സുധീഷിനെയൊക്കെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുഭാഷ് വീണ്ടും പറയുന്നുണ്ട്, നീ എന്നെ ചേട്ടാന്ന് വിളിക്കാം, അതുപോലെ ഹരീഷും നികേഷും ഒക്കെ എൻ്റെ അനിയന്മാരാണ്. പക്ഷേ ഈ സുധീഷ് ഉണ്ടല്ലോ ഇവൻ മാത്രം എൻ്റെ അനിയനല്ല, ഇവൻ എൻ്റെ മാമാൻ്റെ മോനാണ്. പക്ഷെ സുഭാഷ് ഏട്ടാ ഇത്രയും ദിവസം നിങ്ങളുടെ അനിയനാണെന്നല്ലേ പറഞ്ഞിരുന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതെ പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല, അതുകൊണ്ട് നിന്നോട് അവൻ ആരാണെന്ന് ചോദിച്ചാൽ നീ പറയണം നിൻ്റെ മാമാൻ്റെ മോനാണെന്ന്, ഞങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ നിൻ്റെ അനിയന്മാരും ചേട്ടനും ആണെന്ന് പറയണം കേട്ടോ. കുറച്ച് മടിച്ചാണെങ്കിലും നിധി ചോദിക്കുന്നുണ്ട്, അല്ല സുഭാഷ് ഏട്ടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഈ സുധീഷിൻ്റെ പിറകിലും വല്ല കഥയുമുണ്ടോ? എന്ത് കഥ മോളെ? അല്ല ഈ നികേഷിൻ്റെ പിറകിൽ ഒരു കഥയുണ്ടല്ലോ. എടാ നികേഷേ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ വേണമെന്ന് വെച്ചിട്ട് പറയുന്നതല്ല, സുഭാഷ് ഏട്ടന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. സുഭാഷ് ഏട്ടാ ഈ നികേഷിൻ്റെ അമ്മ വേറെയല്ലേ, അതുപോലെ ഈ സുധീഷിൻ്റെ അച്ഛൻ ഇവിടുത്തെ അച്ഛനല്ലേ, വേറെ അച്ഛനാണോ? എന്താ പ്രശ്നം? അല്ല മുന്നേ സുഭാഷ് ഏട്ടന് ഇതൊക്കെ അറിയാമോ, അതോ ഇപ്പോഴാണോ അറിയുന്നത്? ഇത് കേട്ട് സുഭാഷിന് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. നിധി കാണാതെ സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, എടാ ഞാൻ എന്താ പറയാന്ന്, എന്തെങ്കിലും ഒന്ന് പറ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. വീണ്ടും നിധി ചോദിക്കുന്നുണ്ട്, ഈ സുധീഷിൻ്റെ അച്ഛനും അമ്മയും ആരാ സുഭാഷ് ഏട്ടാ? പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, നിധി ഞാൻ പറയാം, പിന്നെ ഈ സുഭാഷ് ഏട്ടൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, എൻ്റെ അച്ഛനും അമ്മയും വേറെയാണ്, ഇവരുടെ അച്ഛനും അമ്മയല്ല, ഇവരുടെ കൂടെ പിറപ്പുമല്ല. ഇത് കേട്ട് സുഭാഷ് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. സുഭാഷ് പെട്ടെന്ന് പറയുന്നുണ്ട്, എടാ സുധീഷ് നീ എന്തായി പറഞ്ഞത്, നീ എൻ്റെ അനിയനാടാ, എൻ്റെ സ്വന്തം അനിയനെ, നീ എൻ്റെ ചോരയാടാ എന്നൊക്കെ ഇങ്ങനെ ആകെ പേടിച്ച് വിറച്ച് സുഭാഷ് പറയുന്നുണ്ട്. ചേട്ടാ ഒന്നും മിണ്ടാതിരിക്കുന്നേ സുധീഷ് പതിയെ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാതെ സുഭാഷ് വീണ്ടും പറയുന്നുണ്ട്, എടാ നീ എൻ്റെ ചോരയാടാ, നിൻ്റെയൊക്കെ അച്ഛനും അമ്മയും ഒന്ന് തന്നെയാടാ എന്ന് പറയുമ്പോൾ നിധി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇപ്പോഴല്ലേ നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ല അത് നിങ്ങളുടെ മാമൻ്റെ മോനാണെന്നൊക്കെ പറഞ്ഞത്, എന്നിട്ട് ഇപ്പോഴെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ് മോളെ, അങ്ങനെ തന്നെയാണ്, അത് മാമൻ്റെ മോന് നിനക്കാണ്, പക്ഷേ എനിക്ക് എൻ്റെ അനിയൻ തന്നെയാണ് അവൻ, ഞങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും ഒന്ന് തന്നെയാണ്. എന്നാൽ നിധിക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷനായി, ഇവരെല്ലാം പലരും പലതും പറയുന്നു. അങ്ങനെ നിധി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, എന്ത് പറ്റി സുഭാഷ് ഏട്ടാ നിങ്ങൾക്കെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, നിധി ചേട്ടന് കിച്ചണിലെ പണികളെല്ലാം ചെയ്ത് ആകെ പ്രശ്നമായിരിക്കുകയാണ്, ബുദ്ധിയിൽ ചെറിയൊരു പ്രശ്നം, നീ ഇപ്പോൾ റൂമിലേക്ക് പോ, ഇത് കുറച്ച് സമയം കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവുമെന്ന് പറയുന്നു. നിധി അങ്ങനെ റൂമിലേക്ക് കയറി പോവാണ്. ഉടനെ സുഭാഷ് സുധീഷിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്, ഞാൻ ആ കുട്ടിയോട് പറഞ്ഞതൊക്കെ ശരി തന്നെയല്ലേ, വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കൈ കൂപ്പിക്കൊണ്ട് സുധീഷ് പറയുന്നുണ്ട്, പ്ലീസ് നിങ്ങൾ ചെയ്ത് തന്നതെല്ലാം മതിയായി, ഇനി ഒന്നും ചെയ്തു തരണ്ട, ആദ്യത്തെ പ്രശ്നത്തേക്കാൾ കുരുക്കഴിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്, ഇനി എനിക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ ഇത് കണ്ട് നികേഷും ഹരീഷും പൊട്ടിച്ചിരിക്കുകയാണ്.